അഗ്നിയേക്കാൾ വേഗത്തിൽ പടരുന്നതാണ് മനുഷ്യന്റെ വിഡ്ഢിത്തവും ചിന്തയില്ലായ്മയും. എന്നാൽ വിവേകമുള്ള ഒരു മനുഷ്യൻ ആപത്തു വരും മുൻപേ തന്നെ അതിന്റെ സൂചനകൾ തിരിച്ചറിയുന്നുവെന്ന് ആചാര്യ ചാണക്യൻ വ്യക്തമാക്കുന്നു. പ്രകൃതിയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നതിനു മുൻപ് അന്തരീക്ഷത്തിൽ ചില നിശബ്ദമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. കാറ്റിന്റെ ഗതി മാറുന്നു. അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒരു ശാന്തത അനുഭവപ്പെടുന്നു. ആകാശം ഇരുണ്ടുകൂടുന്നു. വന്യമൃഗങ്ങളും പക്ഷികളും അസ്വസ്ഥരാകുന്നു. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. വരാൻ പോകുന്ന വൻ ദുരന്തത്തിന്റെ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. ഒരു വലിയ സാമ്പത്തിക തകർച്ചയോ, കുടുംബത്തിന്റെ വീഴ്ചയോ, വിശ്വസിച്ചവരുടെ വഞ്ചനയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ ഒരു ഘട്ടമോ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മനസ്സും ശരീരവും ചുറ്റുമുള്ള അന്തരീക്ഷവും ചില വ്യക്തമായ സൂചനകൾ തന്നു തുടങ്ങും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ തകർന്നു പോകുന്നത് ഈ ലക്ഷണങ്ങളെ ആദ്യമേ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ ശേഷം കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിപൂർവമായ കാര്യമാണ് അത് വരാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുക എന്നത്. തക്ഷശിലയിലെ മഹാപണ്ഡിതനും ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ ഭാരതത്തിന്റെ അഖണ്ഡ ചക്രവർത്തിയാക്കി മാറ്റാൻ തന്ത്രങ്ങൾ മെനഞ്ഞ തന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിൽ വലിയൊരാപത്തോ വീഴ്ചയോ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ 8 മുന്നറിയിപ്പുകൾ ഏതൊക്കെയാണ് എന്നും അവയെ എങ്ങനെ മറികടക്കാമെന്നും നമുക്ക് വളരെ വിശദമായി വിശകലനം ചെയ്യാം. ഈ 8 കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ രീതികളിലേക്കോ ഒന്ന് കണ്ണോടിക്കാൻ ശ്രമിക്കുക. ആപത്തിന്റെ ആദ്യപടി വിവേകത്തിന്റെ നാശമാണ്. ചിന്താശേഷി നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ വിനാശത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. ഒരു മനുഷ്യൻ ആപത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം അവന്റെ സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നതാണ്. സാധാരണഗതിയിൽ തികഞ്ഞ ശാന്തതയോടെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അനിയന്ത്രിതമായി കോപിക്കുക, സഹിഷ്ണുതയില്ലാതെ പെരുമാറുക, അനാവശ്യമായി അലറി വിളിക്കുക എന്നിവ കാണിച്ചു തുടങ്ങിയാൽ മനസ്സിലാക്കുക അയാളുടെ ചിന്താശേഷിയും വിവേകവും മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി എന്നതുപോലെ നാശം അടുത്തെത്തുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കാതാകും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ യുക്തിസഹമായി ചിന്തിക്കാനുള്ള ശേഷി പൂർണ്ണമായും നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ അന്ധമായ അവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും തെറ്റായി മാറാൻ മാത്രമേ സാധ്യതയുള്ളൂ. ബിസിനസ്സിലോ ഔദ്യോഗിക ജീവിതത്തിലോ വ്യക്തിബന്ധങ്ങളിലോ ആകട്ടെ, അനിയന്ത്രിതമായ കോപത്തോടെ എടുക്കുന്ന ഒരു ചെറിയ നിമിഷത്തെ തീരുമാനം കൊണ്ട് വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പേരും പ്രശസ്തിയും പണവും നിമിഷനേരം കൊണ്ട് ചാമ്പലാകാം. വാക്കുകളിൽ മര്യാദയില്ലാതാവുകയും ആരോടെങ്ങനെ സംസാരിക്കണമെന്നറിയാതാവുകയും ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവരുടെ മുന്നിൽ തളർത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അകാരണമായി ദേഷ്യം തിളച്ചുമറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു തകർച്ചയുടെ ആരംഭ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. സമാധാനമില്ലാത്ത ഭവനം ശ്മശാനത്തിന് തുല്യമാണ്. അവിടെ ഒരു ആഗ്രഹവും സഫലമാവുകയില്ല എന്നാണ് നാം രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രവും സുരക്ഷിത താവളവുമാണ് അവന്റെ ഭവനം. പുറത്തെ ലോകത്ത് എത്ര വലിയ മത്സരങ്ങളും പോരാട്ടങ്ങളും അവഗണനകളും നേരിട്ടാലും തിരികെ വീട്ടിലെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ശാന്തിയുണ്ട്. ആ ശാന്തിയാണ് നമ്മളെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുകയും യാതൊരു വലിയ കാരണവുമില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ നിരന്തരം തർക്കങ്ങളും കഠിനമായ വഴക്കുകളും ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്താൽ അത് ആ കുടുംബത്തിന്റെ തകർച്ചയുടെ ലക്ഷണമാണ്. ശാന്തിയും സന്തോഷവും ഇല്ലാത്ത അന്തരീക്ഷമുള്ള ഒരു വീട്ടിൽ ഒരു തരത്തിലുള്ള പുരോഗതിയോ സമ്പത്തോ സന്തോഷമോ നിലനിൽക്കുകയില്ല. കുടുംബത്തിലെ നിരന്തരമായ വഴക്കുകൾ ആ വീട്ടിലെ അംഗങ്ങളുടെ മാനസികാരോഗ്യത്തെയും ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തെയും സർഗാത്മകതയെയും നശിപ്പിക്കും. വീട്ടിലെപ്പോഴും അശാന്തിയും വഴക്കും നിറയുമ്പോൾ
പുറത്തുള്ള ശത്രുക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ഏറ്റവും വലിയ അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് തന്നെ വിട്ടുനിൽക്കാനും വിട്ടുവീഴ്ച മനോഭാവത്തോടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര ആശയവിനിമയവും സ്നേഹവും ബഹുമാനവും പുനഃസ്ഥാപിക്കാനും ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടതുണ്ട്. സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് സംരക്ഷിക്കുന്നതാണ്. സൂക്ഷിച്ചുപയോഗിക്കാത്ത ധനം മണൽത്തരി പോലെ കൈവിട്ടുപോകും. മൂന്നാമതായി നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടത് ധനത്തിന്റെ കാര്യമാണ്. പണം എന്നത് കേവലം കടലാസ് കഷ്ണങ്ങളല്ല, മറിച്ച് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമാണ്. ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള സമ്പത്ത് അനാവശ്യ കാര്യങ്ങൾക്കായും ആഡംബരങ്ങൾക്കായും അനിയന്ത്രിതമായി ചെലവഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആപത്തിന്റെ വിത്തുകൾ അയാളുടെ ജീവിതത്തിൽ പാകപ്പെടുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുക, നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാതിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരം കാണിക്കാൻ വേണ്ടി മാത്രം പണം ഉപയോഗിക്കുക എന്നിവ വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ ആദ്യ സൂചനകളാണ് എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിനു പുറമെ വലിയ കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തുടർച്ചയായി വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരിക, ബിസിനസ്സിൽ തകർച്ച നേരിടുക, പ്രതീക്ഷിച്ച വരുമാനങ്ങൾ നിലയ്ക്കുക എന്നിവ വരാൻ പോകുന്ന വൻ ദാരിദ്ര്യത്തിന്റെ മുന്നറിയിപ്പുകളാണ്. സമ്പത്ത് കയ്യിലുള്ളപ്പോൾ അതിനെ ബഹുമാനിക്കാത്തവന്റെ കയ്യിൽ നിന്ന് അത് മണൽത്തരി പോലെ വഴുതിപ്പോകും. അതിനാൽ അനാവശ്യ ചെലവുകൾ ഉടൻ തന്നെ വെട്ടിച്ചുരുക്കുകയും വരവിന്റെ ഒരു ഭാഗം എപ്പോഴും ഭാവിയിലേക്ക് ആപത്തുകൾക്കായി നീക്കിവെക്കുകയും ചെയ്യുന്നത് വഴി വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക ഞെരുക്കങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. അഹങ്കാരം തലയ്ക്ക് പിടിച്ചവന് സ്വന്തം അപജയം കാണാൻ കഴിയുകയില്ല എന്നതാണ് നാലാമത്തെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യന്റെ നാശത്തിന്റെ ഏറ്റവും വലിയ നിശബ്ദ പ്രചാരകനാണ് അവന്റെ സ്വന്തം അഹങ്കാരം. താൻ പറയുന്നതാണ് ശരി, തനിക്കെല്ലാം അറിയാം, മറ്റുള്ളവരെല്ലാം തനിക്കൊപ്പം എത്തില്ല എന്ന ചിന്ത മനസ്സിൽ വളരുമ്പോൾ തന്നെ ആ വ്യക്തി ആപത്തിന്റെ പാതയിലാണ്. പ്രത്യേകിച്ച് അനുഭവ സമ്പത്തുള്ള സജ്ജനങ്ങളെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നിന്ദിക്കാനും അപമാനിക്കാനും ഒരു വ്യക്തി മുതിരുമ്പോൾ അയാളുടെ തകർച്ച ദൂരെയല്ല എന്നുറപ്പിക്കാം. അഹങ്കാരം മനുഷ്യന്റെ കണ്ണുകളെ അന്ധമാക്കുന്നു. സ്വന്തം തെറ്റുകൾ കാണാനോ മറ്റുള്ളവരുടെ ശരിയായ ഉപദേശങ്ങൾ സ്വീകരിക്കാനോ അയാൾക്ക് കഴിയുകയില്ല. ചരിത്രം പരിശോധിച്ചാൽ കാണാം, എത്ര വലിയ സാമ്രാജ്യങ്ങൾ വീണുപോയത് അവരെ ഭരിച്ചവരുടെ അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും വിനയം കൈമുതലാക്കുകയും അനുഭവ സമ്പത്തുള്ളവരുടെ വാക്കുകളെ ബഹുമാനിച്ച് വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് സ്വയം തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യനെ നാശത്തിൽ നിന്നും കരകയറ്റുന്നത്. പാമ്പിന്റെ പല്ലിലാണ് വിഷമെങ്കിൽ വഞ്ചകനായ സുഹൃത്തിന്റെ ശരീരമാസകലം വിഷമാണ്. അഞ്ചാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് അപകടകാരികളായ വ്യാജ സുഹൃത്തുക്കളെ കുറിച്ചാണ്. നല്ല വഴികാട്ടുകളായ സുഹൃത്തുക്കളെ അകറ്റി സ്വാർത്ഥരും കപടനാട്യക്കാരുമായ ആളുകളുമായി അടുപ്പം സ്ഥാപിക്കാൻ തുടങ്ങുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് വിഷം കലർത്തുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ മുഖത്തു നോക്കി പുകഴ്ത്തി സംസാരിക്കുകയും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും അപകടകാരികളാണ്. ഇത്തരം മോശം കൂട്ടുകെട്ടുകൾ ഒരു വ്യക്തിയുടെ ചിന്താഗതിയെയും സ്വഭാവത്തെയും മെല്ലെ മെല്ലെ നശിപ്പിക്കും. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇത്തരക്കാർ നിങ്ങളെ സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ ആപത്തിനെ അവരുടെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും. അതിനാൽ അപകടം തിരിച്ചറിഞ്ഞ് ഗുണമില്ലാത്തവനും വിഷമയവുമായ സൗഹൃദങ്ങൾ ഉടനടി വെട്ടിമാറ്റുകയും സത്യസന്ധരായ കുറച്ച് സുഹൃത്തുക്കളെ മാത്രം കൂടെ നിർത്തുകയും വേണം. ഭക്ഷണത്തെ നിന്ദിക്കുന്നവന്റെ കൈകളിൽ ദാരിദ്ര്യം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക എന്നതാണ് ആറാമത്തെ ലക്ഷണം. പാകം ചെയ്ത ഭക്ഷണം അനാവശ്യമായി എറിഞ്ഞു കളയുക, അതിനെ നിന്ദിക്കുക, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഭക്ഷണം നൽകാൻ മടിക്കുക എന്നിവ ഒരു മനുഷ്യന്റെ അധപതനത്തിന്റെ ലക്ഷണങ്ങളാണ്. വിഭവങ്ങളെയും ഭക്ഷണത്തെയും ബഹുമാനിക്കാത്ത ഇടങ്ങളിൽ ഐശ്വര്യം നിലനിൽക്കുകയില്ല. അവിടെ ദാരിദ്ര്യം വളരെ വേഗത്തിൽ കടന്നു വരും. ഭക്ഷണം പാഴാക്കുന്നത് കേവലം ഒരു ശീലമല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെയും നന്ദികേടിന്റെയും തെളിവാണ്. കയ്യിലുള്ള വിഭവങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് ഭാവിയിൽ അതേ വിഭവങ്ങൾക്കായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന്
ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ആഹാരത്തെ എപ്പോഴും ബഹുമാനിക്കുകയും ആവശ്യമുള്ളത്ര മാത്രം പാകം ചെയ്യുകയും അർഹരായവർക്ക് അത് പങ്കുവയ്ക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുള്ള വഴി. കടവും ശത്രുവും രോഗവും ചെറുതാണെങ്കിലും വച്ചുകൊണ്ടിരിക്കരുത്, അവ നിങ്ങളെ നശിപ്പിക്കും. ഏഴാമതായി, കടങ്ങൾ പെരുകുന്നതിനെക്കുറിച്ച് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരവിനേക്കാൾ കൂടുതൽ കടമെടുക്കുക, കടം വീട്ടാൻ വീണ്ടും മറ്റു കടങ്ങൾ വാങ്ങുക എന്ന അവസ്ഥ ഒരു വ്യക്തിയെ സാമ്പത്തികമായി മാത്രമല്ല മാനസികമായും ആത്മാഭിമാനപരമായും പൂർണ്ണമായും തകർക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ജീവന് തുല്യം വിശ്വസിച്ച ആളുകളിൽ നിന്ന്, ബിസിനസ് പങ്കാളികളിൽ നിന്ന് തുടർച്ചയായി വഞ്ചനയും തിരിച്ചടികളും നേരിടേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മോശം സമയം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാം. കടങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടി തീർക്കാൻ പരമാവധി ശ്രമിക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകളും വ്യക്തതയും സൂക്ഷിക്കുകയും ചെയ്യുക മാത്രമാണ് ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. മടിയനായ മനുഷ്യന് വർത്തമാനവുമില്ല, ഭാവി ശ്രേയസ്സുമില്ല എന്നതാണ് എട്ടാമത്തെയും അവസാനത്തെയും കാര്യം. മടി എന്നത് ഒരു താൽക്കാലിക തടസ്സമല്ല, അതൊരു മനുഷ്യന്റെ ജീവിത വീഴ്ചയുടെ ശാശ്വതമായ ലക്ഷണമാണ്. പ്രവർത്തിക്കേണ്ട സമയത്ത് അമിതമായി മടി കാണിക്കുക, ഇന്നത്തെ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുക എന്നിവ നിങ്ങളുടെ പുരോഗതിയെ നിശ്ചലമാക്കും. മടി വർദ്ധിക്കുമ്പോൾ മനസ്സിൽ അധർമ്മപരമായ കുറുക്കുവഴികൾ തെളിയാൻ തുടങ്ങും. കഠിനാധ്വാനം ചെയ്യാതെ എളുപ്പവഴിയിൽ പണമുണ്ടാക്കാൻ തെറ്റായ വഴികൾ തിരയുന്നത് നിങ്ങളെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും. എളുപ്പവഴിയിൽ ലഭിക്കുന്ന ലാഭം താൽക്കാലികമായിരിക്കും, എന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന നാശം ശാശ്വതമായിരിക്കും. അതിനാൽ കൃത്യമായ സമയനിഷ്ഠയും അച്ചടക്കവും ജീവിതത്തിൽ കൊണ്ടുവരികയും മടിയൊഴിവാക്കി ശരിയായ മാർഗത്തിലൂടെ മാത്രം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുക. വരാനിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി കാണുന്നവനും അത് വരുമ്പോൾ ബുദ്ധിപൂർവ്വം നേരിടുന്നവനും മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 8 ലക്ഷണങ്ങൾ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതത്തിൽ കാണുന്നുണ്ട് എങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ മുന്നറിയിപ്പായി കരുതുക. ഇത് കേട്ട് ഭയപ്പെടാനല്ല ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത്, മറിച്ച് ജാഗ്രതയുള്ളവരാകാനാണ്. അപകടം മുന്നിൽ കാണുമ്പോൾ തളർന്നു വീഴുകയല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിയും ശീലങ്ങളും തിരുത്തി അതിനെ നേരിടുകയാണ് വേണ്ടത്. വിവേകത്തോടെയും ധർമ്മത്തോടെയും പ്രവർത്തിച്ചാൽ വരാനിരിക്കുന്ന ഏതൊരു വലിയ ആപത്തിന്റെയും വ്യാപ്തി കുറയ്ക്കാനും നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും വിജയവഴിയിലേക്ക് നയിക്കാനും സാധിക്കും. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.